ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മന്നേഴ്സ് കേക്ക് കഫേ. അപ്പോൾ നമ്മളിന്നൊരു കേക്ക് ബ്ലോഗായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ കുറച്ച് ദിവസമായി ലോങ് വീഡിയോ ഒക്കെ ഇട്ടിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് ഇങ്ങനെ പോവാം. ഡീറ്റെയിൽ ആയിട്ടൊന്നും ഇല്ല. കുറച്ച് അത്യാവശ്യം തിരക്കുണ്ടായിരുന്ന ഒരു ദിവസത്തെ കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞത് കുറച്ച് ബ്ലാക്ക് ഫോറസ്റ്റ് ചെയ്യാനുണ്ട്, പിന്നെ കുറച്ച് റെഡ് വെൽവെറ്റിൻ്റെ മിനി കേക്കാണ് ചെയ്യാനുണ്ടായിരുന്നത്. അപ്പോൾ ബ്ലാക്ക് ഫോറസ്റ്റ് ഒരു ബർത്ത്ഡേക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് കട്ട് ചെയ്ത് അതിൻ്റെ ഫില്ലിങ് കൊടുക്കുന്നതാണ് ആദ്യം കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ 3 ലെയറായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ബോർഡിലോട്ട് കുറച്ച് ക്രീം അപ്ലൈ ചെയ്തിട്ട് കേക്കിൻ്റെ ഓരോ ലെയർ സ്പഞ്ച് വെച്ച് അതിന് സോക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മുന്നത്തെ എൻ്റെ വീഡിയോയിൽ സോക്ക് ചെയ്യുന്ന സിറപ്പിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ബ്ലാക്ക് ഫോറസ്റ്റിന് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് ചെറി വെച്ചിട്ട് റെഡിയാക്കിയിട്ടുള്ള ഒരു സിറപ്പാണ്. ഷുഗർ സിറപ്പിൻ്റെ കൂടെ കുറച്ച് ചെറിയൂടെ ഒന്ന് ക്രഷ് ചെയ്ത് ചേർത്ത് അത് തിളപ്പിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ്. ആ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിന് ഭയങ്കര ടേസ്റ്റാണ് ആ ഒരു സിറപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് നമ്മൾ സിറപ്പായിട്ട് ഉപയോഗിക്കുന്നത്. പിന്നെ സാധാരണ ഫില്ലിങ് കൊടുക്കുന്നത് പോലെ തന്നെ ക്രീം കൊടുക്കുക, ശേഷം ചോക്ലേറ്റും പിന്നെ ചെറിയും കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുക. ഇതാണ് ഫില്ലിംഗ് ആയിട്ട് കൊടുക്കുന്നത്. ഞാൻ എപ്പോഴും ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് ഇങ്ങനെയാണ് കേട്ടോ ചെയ്യുന്നത്. അതിൽ കൂടുതലും അതിൻ്റെ ടേസ്റ്റ് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന സിറപ്പ് തന്നെയാണ്. പിന്നെ ഈ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് ചെയ്യുമ്പോൾ അതിൽ കണ്ടൻസ്ഡ് മിൽക്കോ ഇല്ലെന്നുണ്ടെങ്കിൽ ചോക്ലേറ്റ് ഗനേഷോ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അന്നേരം അതിൻ്റെ ടേസ്റ്റിന് വ്യത്യാസം ഉണ്ടാവും. അത് പിന്നെ ചോക്ലേറ്റ് കേക്കായി മാറത്തില്ലേ. മറ്റേത് ഇത് തന്നെ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെ നല്ലൊരു ടേസ്റ്റാണ് കിട്ടുന്നത്. പിന്നെ ഫില്ലിങ് കൊടുക്കുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഫില്ലിങ് കൊടുക്കുക. ആ ഒരു എമൗണ്ട് നമ്മൾ വാങ്ങുന്നതിനനുസരിച്ചുള്ള ഫില്ലിങ് കൊടുക്കാൻ ശ്രമിക്കണം. അപ്പോഴത്തേക്കും ആ ഒരു കേക്കിൻ്റെ നല്ലൊരു ടേസ്റ്റ് കിട്ടും. വീണ്ടും വീണ്ടും കസ്റ്റമർ നമ്മളടുത്ത് വരികയും ചെയ്യും കേട്ടോ. അപ്പോൾ ഈ ഒരു കേക്കിൻ്റെ വെയിറ്റ് വരുന്നത് 1.5 kg ആണ്. നമ്മൾ 8 ഇഞ്ചിൻ്റെ ടിന്നിലാണ് ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. എന്നിട്ട് 3 ലെയറായിട്ട് കട്ട് ചെയ്ത് ഇങ്ങനെ ചെയ്തിട്ടുള്ളതാണ്. ഒരു ഫസ്റ്റ് ബർത്ത്ഡേ ഫംഗ്ഷന് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഡിസൈനൊക്കെ കസ്റ്റമർ തന്നിട്ടുള്ളതാണ്. ഡിസൈൻ ചെയ്യുന്ന വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല. അതൊക്കെ ഷോർട്സ് ആയിട്ട് നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇത് ഏതാണ്ട് ഒരു 3-4 മാസം കഴിഞ്ഞ് ഫെബ്രുവരിയിൽ എങ്ങാണ്ട് എടുത്ത് വെച്ച വീഡിയോ ആണ്. എഡിറ്റ് ചെയ്യാനും വോയിസ് കൊടുക്കാനും എന്നുള്ള ടൈം ഇല്ലാത്തത് കൊണ്ട് കുറച്ച് ലേറ്റായി പോയതാണ് കേട്ടോ. പിന്നെ നമുക്ക് മിനി കേക്കാണ് ചെയ്യാനുണ്ടായിരുന്നത്. ഇതിപ്പോൾ റൗണ്ട് ഷേപ്പിന് ചെയ്യുന്നുണ്ട്. നമ്മൾ ബെൻഡോ കേക്ക് പോലെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് അധികം ചെയ്തതെന്ന് പറഞ്ഞാൽ സ്ക്വയർ ടൈപ്പായിട്ട് ചെയ്തെടുത്തിട്ട് അതിനെ കട്ട് ചെയ്ത് മിനി കേക്കായിട്ട് മാറ്റിയിട്ടുള്ളതാണ്. എനിക്ക് അത്യാവശ്യം നല്ല ഓർഡർ ഉണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് എനിക്ക് ഈസി ആയിട്ട് തോന്നിയത് അങ്ങനെയാണ്. സ്ക്വയറായിട്ട് ചെയ്തെടുത്തിട്ട് അതിനെ കട്ട് ചെയ്ത് മിനി കേക്ക് ആക്കുമ്പോൾ നമുക്ക് അധികം വേസ്റ്റും വരത്തില്ല. ഉള്ളത് അവർക്ക് തന്നെ കൊടുക്കുകയും ചെയ്യാം. പിന്നെ കുറച്ച് നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യണം. കാരണം സ്ക്വയർ ഷേപ്പ് ചെയ്തെടുക്കുമ്പോൾ അത് നീറ്റായിട്ട് ചെയ്തെടുക്കാനായിട്ട് കുറച്ച് സമയം വേണ്ടേ. അത്രയും സമയം നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ടി വരും. റൗണ്ട് കേക്ക് പോലെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ആ ഒരു റിസ്ക് ഉണ്ട്. അല്ലാതെ ശരിക്കും എനിക്ക് തോന്നിയത് ഇതാണെന്നാണ്. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ അധികം സ്പഞ്ച് റെഡിയാക്കി എടുക്കേണ്ടി വരുമെന്ന് തോന്നുന്നു. ഇതെനിക്ക് കുറച്ച് ഈസി ആയിരുന്നു. ഫിനിഷ് ചെയ്ത് എടുക്കുന്നത് പോയിട്ട് ബാക്കി എനിക്ക് ഈസി ആയിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ ഒരു ബാച്ചസ് മാത്രമേ ഞാൻ കാണിക്കുന്നുള്ളൂ. ഇതുപോലെ 3-4 ബാച്ചസ് അന്ന് എനിക്കുണ്ടായിരുന്നു കേട്ടോ. ഇത് വാലൻറ്റൈൻസ് ഡേക്ക് ആ സമയത്ത് ചെയ്തതാണ്. അന്നേരം നമ്മൾ 2 ടൈപ്പിലാണ് കേക്ക് ചെയ്തിരുന്നത്. എന്ന് വെച്ചാൽ റെഡ് വെൽവെറ്റിൻ്റെ ചീസ് ക്രീം വരുന്നതും സാധാരണ ക്രീം വരുന്നതുമായിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ചീസ് ക്രീമിൽ നമ്മൾ ചേർത്തിട്ടുള്ളത് ചീസ് ക്രീമും പിന്നെ ചോക്ലേറ്റും കണ്ടൻസ്ഡ് മിൽക്കുമാണ്. അങ്ങനത്തെ ഫില്ലിങ് കൊടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. സാധാരണയുള്ളതിൽ കണ്ടൻസ്ഡ് മിൽക്കും സാധാ ക്രീമും മാത്രമാണ് വിപ്പിംഗ് ക്രീം ഉപയോഗിച്ചിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഒരു കാര്യം എടുത്ത് പറയേണ്ടതെന്ന് വെച്ചാൽ ഞാൻ ബേക്കിംഗ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു മിനി കേക്ക് ഇത്രയധികമായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എല്ലാം നല്ല രീതിയിൽ തന്നെ ചെയ്ത് കൊടുക്കാനും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ ഈ ചെറിയ വ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നു. പിന്നെ നമ്മൾ ചെയ്ത ഈ കേക്കുകളുടെ എല്ലാം ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് ഞാൻ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഫോട്ടോസ് കൊടുക്കുന്നുണ്ട്. കുറച്ച് കേക്കുകളുടേത് മാത്രമേ ഉള്ളൂ കേട്ടോ. ബാക്കിയൊന്നും എനിക്ക് അധികം ഫോട്ടോ എടുക്കാനൊന്നും പറ്റിയില്ല. അത്യാവശ്യം തിരക്കായിട്ട് നിൽക്കുന്ന സമയമില്ലേ, അപ്പോൾ അതിനൊന്നും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല.
പിന്നെ നമ്മുടെ ഈ ഒരു കൊച്ചു വ്ലോഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ അറിയിക്കാനും മറന്നു പോകരുതേ.